ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ടെ സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഹോയിയാനിലെ ഏൻഷ്യൻ ടൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തിലാണ്. ഇവിടെ കുറേ പഴയ ബിൽഡിങ്ങുകളും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഷോപ്പിങ്ങും അതും ഇതുമൊക്കെ ഉണ്ട്. അപ്പം ഈ വീഡിയോയിൽ ചെറിയ വീഡിയോ ആയിരിക്കും, പക്ഷേ ഞങ്ങളുടെ ഏൻഷ്യൻ ടൗൺ നിങ്ങൾക്ക് വരണമെങ്കിലും ഇവിടുത്തെ ചുറ്റും കാണണമെങ്കിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഈ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത്. പോണ്ടിച്ചേരിയുടെ ഒരു വൈബൊക്കെ ഉണ്ട് ഇതിനെ കാണുമ്പോൾ. എന്നാൽ പിന്നെ നേരം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് നിതിൻ, ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ട്വൈൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് കണ്ടോ, പുളിമരം. അവിടെ വരുമ്പോഴേ ഒരു പുളിമരം ഉണ്ട്, നല്ലൊരു ആൽമരമാണ്. ഇത് ആല്. ഈ ആൽമരത്തിന്റെ മുമ്പിൽ തന്നെ ഒരു വലിയൊരു അമ്പലമുണ്ട്. ഭയങ്കര പഴയ അമ്പലമാണെന്ന് തോന്നുന്നു. അമ്പലമാണോ എന്തുവാന്ന് ഒരു പിടുത്തമില്ല. ഇതൊരു വലിയൊരു അമ്പലം മാതിരി ഏതാണ്ട് ഡച്ച് ക്വാങ് ടെമ്പിൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിന് ടിക്കറ്റ് വേണം. നമ്മുടെ ടിക്കറ്റ് ഒന്നും ഇല്ല. അതിനകത്ത് കയറാനോ? നല്ല ചന്ദനത്തിരി എന്തിൻ്റെ ഒരു മണം വരുന്നുണ്ട്. ഇതുണ്ട് വാക്കിംഗ് ടൗൺ. അവിടുന്ന് ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നേരെ നടന്നാൽ മതി. നേരെ നടന്ന് ഇങ്ങനെ പോവുക. സൈഡിലൊക്കെ കുറേ കടകൾ, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ബൈ വൺ ബാഗ് ഗെറ്റ് വൺ ഫ്രീ ബിയർ ഫോർ യുവർ ഹസ്ബൻഡ് ഓർ പാർട്ട്ണർ. അടിപൊളി, ഇറ്റ് ഡിസേർവ്സ് ഇറ്റ്. ഇതുണ്ടോ അവള് പെയിന്റിങ്? അടിപൊളി, എന്തൊരു ഒറിജിനാലിറ്റി. നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അസംബ്ലി ഹാൾ ഓഫ് കാന്റണീസ് ചൈനീസ് കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞിട്ട്. ചൈന കെട്ടിയതല്ലേ? ഇത് തന്നെ. ഇവിടെ ആയിരുന്നു പൊളിച്ചത്. ഓ, അത് ഈ ബ്രിഡ്ജിന്റെ നേരെ ഇപ്പുറത്ത്. ഇത് എന്തിനാ ഇത് പൊളിച്ചത്? റെസ്റ്റോറേഷൻ ആയിരിക്കും. ഞങ്ങൾ കാണാൻ വന്ന ബ്രിഡ്ജ് പൊളിച്ചു ഗൈസ്. അതിന് വേണ്ടിട്ട് ഇവിടെ വന്നത്. ആ ബ്രിഡ്ജ് പൊളിച്ച് മാറ്റുകയും ചെയ്യണം. അതുകൊണ്ട് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് പണ്ടേ ഇത് പൊളിക്കാനിരുന്നതായിരുന്നു അവർ, അതിനെ റെസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതിന് ഫുള്ള് ഇതുണ്ടല്ലോ. അവിടെ നിന്നായിരുന്നു എൻട്രൻസ്. അതിന് മണ്ടയ്ക്ക് ആൾക്കാർ കുറേ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. ഏത് എൻട്രൻസ്? ചൈന പണിതല്ലേ? ജപ്പാനാണോ? ഇത് ചൈന പണിതത്. ചൈനയും ജപ്പാനായിട്ടുള്ള ലിങ്ക് ആയിരുന്നു. ജപ്പാൻ എവിടുന്ന്? അപ്പുറത്തെ സൈഡ് ജപ്പാൻ, ഇപ്പുറത്തെ സൈഡ് ചൈന. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. സങ്കടായി. ഇത്രയും നടന്ന് വാങ്ങിച്ചൊരു ഉപ്പാട് വന്നത്. കാണാൻ വന്ന സാധനം പൊളിച്ചിട്ടുണ്ടെന്ന് അറിയുമ്പോ സങ്കടായി. ഇത് കുറെ സമയം എടുക്കല്ലോ. എനിക്ക് 1-2 വർഷമെങ്കിലും എടുക്കും. ഇപ്പം ഇനിയും സമയം എടുക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു ആൾക്കാർ നിന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കാണും, ഞങ്ങൾ ഹൊയ്യാനിൽ വന്നിട്ട് ലാൻറ്റേൺ റൈഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ ലാൻറ്റേൺ റൈഡ് ഇവിടെ നിന്നാണ് ചെയ്തത്. ഇപ്പോൾ രാവിലെ അതിൻ്റെ ഭംഗി തന്നെ വേറെ. രാവിലെയും ഭംഗിയുണ്ട് അല്ലേ? നമ്മൾ താണ്ടി ഇവിടുന്ന് ഇറങ്ങിയത് ഇന്നലെ രാത്രിയില്.
ഹിന്ദി പാട്ട്, ഹിന്ദി പാട്ടല്ലേ? ഇന്ത്യ വരുന്നവർക്ക് ഇവിടെ ഫുഡ് കഴിക്കാം. എന്താ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ട്. ഇന്ത്യൻ കറി, തന്തൂര്, ക്രാഫ്റ്റ് ബിയർ, ഇന്ത്യൻ മസാല ടീ. ഇന്ത്യൻ മസാല ടീ വേണോ? അതാണ് ഞങ്ങളുടെ റിസോർട്ട്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇവിടെ വന്നിരുന്നു. ഞങ്ങളുണ്ടല്ലോ ഇവിടെ ഇരിക്കുമ്പം ഞങ്ങൾക്ക് ലവീനയുടെ ഓർമ്മയാണ് വരുന്നത്. ബാലി ലവീനയിൽ നല്ലൊരു ലേഡ് ബാക്ക് കൈൻഡ് ഓഫ് ഒരു എൻവയൺമെൻ്റ് ആണ്. പെട്ടെന്ന് കടകൾ അടയ്ക്കും. അതായത് ഈ ഹൊയ്യാനിൽ. ഡാനാങ്കിലാണെങ്കിലും ഓക്കെ, പക്ഷേ എനിക്ക് ഡാനാങ്കിൽ ബീച്ച് അല്ലാതെ രാത്രിയിലത്തെ സീൻസൊക്കെ എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ബഹളവും ഒരു സിറ്റി തന്നെയാണ്. അപ്പോൾ അതിനെക്കാട്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളോട് ഇങ്ങോട്ട് വരുന്നത്, ഹൊയ്യാൻ വരുന്നത്. പക്ഷേ എസ്പെഷ്യലി ഈ ഏരിയ ഉണ്ടല്ലോ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ റിസോർട്ട് ടൂറിനകത്ത് നിങ്ങൾ കണ്ടു കാണും എവിടെ ഞങ്ങൾ താമസിക്കുന്നതെന്ന്. പക്ഷേ ഈ ഏരിയ എസ്പെഷ്യലി ഞങ്ങൾക്ക് ഭയങ്കര കാം, പീസ്ഫുൾ. എസ്പെഷ്യലി നമ്മൾ സിറ്റിയിൽ നിന്നൊക്കെ വരുമ്പം ഇതൊരു ചെറിഷ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അത്ര ഇഷ്ടമാണ് ഇത്. നമ്മളല്ലെങ്കിൽ എപ്പോഴും സിറ്റി ലൈഫിൽ ബസ്സിലും ബസ്സിലിനകത്ത് ഇരിക്കുന്നതല്ലേ. ഇവിടെ റിലാക്സ്ഡ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കൊക്കെ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ സമയം ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ഒന്നും ചെയ്യാതെ. ഞങ്ങളിപ്പം ഡിന്നറിന് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഡിന്നർ നമ്മൾ സ്പെഗറ്റി ഓർഡർ ചെയ്തു. പിന്നെ ക്ലബ് സാൻഡ്വിച്ച്. നിങ്ങൾ വിചാരിച്ചോണേ ഇവരെപ്പോഴും ലോക്കൽ കഴിക്കണം ഇതെന്ത് ഓർഡർ ചെയ്തതെന്ന്. നമുക്ക് അതേ വിലയ്ക്ക് തന്നെ കിട്ടിയിരുന്നു. പിന്നെ നമുക്ക് ക്ലബ് സാൻഡ്വിച്ച് യൂഷ്വലി അവരുടെ യൂറോപ്യൻ ഫുഡൊക്കെ നല്ലതാണ്. ഇന്ത്യൻ ഫുഡിൻ്റെ കാട്ടി നമുക്ക് വില കുറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ. എനിക്ക് തോന്നുന്നു ആകെക്കൂടി ഇന്റർനാഷണൽ ട്രിപ്പിൽ ഒരു ഇന്ത്യൻ ഫുഡ് കഴിച്ചത് ആ ചായ കുടിച്ചതാ. ഒരു ഇന്ത്യൻ കടയിൽ കയറിയിട്ട് തായ്ലൻഡിൽ നിന്ന് ഫൂക്കറ്റിൽ നിന്ന് നമ്മൾ ആദ്യ തവണ. പിന്നെ അത് മാത്രമല്ല, കറക്റ്റ്. പക്ഷെ നമ്മളൊരു ഇന്ത്യൻ കടയിൽ കയറി ക്രാബിൽ ചെന്നിട്ട് ഇന്ത്യൻ കടയിൽ നിന്ന് നമ്മൾ പോയിട്ട് ബംഗാളി ഇന്ത്യൻ കട ബംഗാളി ഇന്ത്യൻ ഫുഡ്, ഇന്ത്യൻ കേറ്ററിംഗ് ഫുഡാണ്. പക്ഷെ അവിടെ നിന്ന് കയറിയിട്ട് നമ്മൾ ലോക്കൽ ഫുഡും വാങ്ങിച്ചു. ലോക്കൽ ഫുഡും കഴിച്ചു. ഭയങ്കര വില അതിനങ്ങാണ്ട് 700 രൂപ സംതിങ് ആണ്. നമ്മുടെ നമ്മുടെ ഫുഡിനാവുന്നതെന്ന് വെച്ചാൽ ഒരു 350 രൂപ, അല്ലെങ്കിൽ ഏറിപ്പോയ ഒരു 500 രൂപ. അതാണ് നമ്മുടെ അവരേജ്. അത് നമ്മൾ ആദ്യം തായ്ലൻഡിൽ എത്തിയ ഉടനെ ക്രാബിയില് ഫ്ലൈറ്റിൽ നിന്ന് എത്തിയിട്ട്. അതെ, എന്നിട്ട് എവിടെയെങ്കിലും കയറാന്ന് പറഞ്ഞിട്ട് കയറിയതാ. അങ്ങനെ കയറുമ്പോഴേ ആക്ച്വലി നമ്മുടെ കാശ് വന്നു. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. കുറേ പഠിക്കാനൊക്കെ കിട്ടുന്നു. ട്രാവൽ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഓരോരോ സിറ്റുവേഷൻസ് നമുക്ക് വരുന്നത്. നമ്മൾ ട്രാവൽ ചെയ്തില്ല കംഫർട്ട് സോണിലിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓക്കെ ഇവിടെ ഇന്ത്യൻ ഫുഡുണ്ട്, ഇന്ത്യൻ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരിക്കും. പക്ഷേ ആ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് നമ്മളിപ്പോൾ വിടുമ്പോഴാണ് നമ്മളൊന്ന് ട്രൂലി നമ്മൾ ട്രാവൽ എൻജോയ് ചെയ്യുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സെൽഫ് ട്രാവൽ, അത് സോളോ ട്രാവൽ ചെയ്യുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ചിലർ ഇപ്പം ഫാമിലി, വൈഫ്, കിഡ്സ് അങ്ങനെയൊക്കെ പോകുമ്പോൾ എല്ലാവരുടെയും ഇതൊക്കെ നോക്കണം, പ്രിഫറൻസസ് നോക്കിയേ പറ്റുമോ. അപ്പം നിങ്ങൾക്ക് അന്നേരം ഒരു ഡൈനാമിക്സ് ചേഞ്ച് ആവും. പക്ഷേ സോളോ ആക്കി ഞാനൊക്കെ കുറേ സോളോ ചെയ്തിട്ടുണ്ട്. സോളോ ആണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, എവിടെ വേണമെങ്കിലും താമസിക്കാം, എപ്പം വേണമെങ്കിലും നമ്മുടെ ലൈഫ്, നമ്മുടെ ആ ഒരു ടൈമും ചോയ്സിലാണ് നമ്മൾ ഡിപ്പെൻഡ് ആവുന്നത്. അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്ക് വീഡിയോ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകൾ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.